നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടില് ഉരുളക്കിഴങ്ങും സവാളയും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെയല്ലേ കൂടുതൽ ഉണ്ടാക്കാറുള്ളത്, ഉരുളക്കിഴങ്ങിന്റെ വടകൾ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പൊ ഇത് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണ്. ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഉള്ളിവട ഉണ്ടാക്കുന്ന രീതിയല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യണ്ട കേട്ടോ. കുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും ചോദിക്കാം ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ടാണോ ഗ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും വീണ്ടും അതുപോലെ കമന്റ്സ് വരാറുണ്ട്, ചേച്ചി കുക്ക് ചെയ്തിട്ടാണോ ചേർക്കുന്നത്, കുക്ക് ചെയ്യാതെയാണോ ചേർക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മാക്സിമം ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്, ഫ്രൈയിങ് ടൈം ഉൾപ്പെടെ. എത്ര ടൈം എടുക്കുള്ളൂ നമ്മളിത് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം മിക്സ് ചെയ്ത് വെക്കാറുണ്ട്, ആ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചൂടോടുകൂടി കഴിക്കുക. ചൂട് മാറിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. ഈ മഴക്കാലത്ത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ടേസ്റ്റ് കൂടുതലാണ്. മഴക്കാലത്ത് ചൂടോടുകൂടി എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എണ്ണപ്പലഹാരങ്ങളെന്നല്ല, ചൂടോടെ എന്ത് കഴിച്ചാലും ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ചേർത്തിട്ട് ഈ ഒരു വട ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോവും. അതുപോലെ തന്നെ സവാള, പച്ചമുളക്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർക്കുമ്പോൾ പറയാം കേട്ടോ, എത്ര വീതം ഏതൊക്കെ പൊടികളാണ് ചേർക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ സവാളയും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ കളറ് മാറിപ്പോവും. നമ്മൾ സവാളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിന് കളറ് മാറില്ല. അപ്പോൾ ഞാൻ ആദ്യം സവാള കട്ട് ചെയ്യട്ടെ. ഞാനിതെല്ലാം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞേ ഉള്ളൂ, ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം തിന്നായിട്ട് കട്ട് ചെയ്യുക. സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക, ചോപ്പ് ചെയ്യല്ല, കുറച്ച് വലുപ്പത്തിൽ തിന്നായിട്ട് കനം കുറച്ച് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകാണെങ്കിലും ചെറിയ പീസുകളായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കറിവേപ്പിലയും നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വേപ്പിലയും വേറെ വേറെയാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സവാളയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് പുകയും, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിലുള്ള ആ വാട്ടർ കണ്ടൻറ്റ് പോയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറേ കടലമാവ് ചേർക്കണം. അപ്പോൾ കടലമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക, ഈ ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയും ടേസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മുഴുവൻ മാറ്റിയെടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക, ഇതുപോലെ പിഴിഞ്ഞിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ടൈം എടുക്കുന്ന സ്റ്റെപ്സ് ഉള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങളെ നമ്മൾ സമയം പോകുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഇനി ഈസി ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതിൽ കടലമാവ് ചേർക്കുമ്പോൾ അളവിൽ വ്യത്യാസം വരാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും ആദ്യം കുറച്ച് കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞത്. ഇത് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഗ്രേറ്റ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മളിതിൽ ഇനി വെള്ളം ചേർത്തിട്ടല്ല കുഴയ്ക്കുക. ഈ സവാളയിലുള്ള നനവും ഉരുളക്കിഴങ്ങിലുള്ള നനവും എല്ലാം ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുഴയ്ക്കുമ്പോൾ കൈ പുകയാതിരിക്കാനാണ് നമ്മളിപ്പോൾ പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാതിരിക്കുന്നത്. പച്ചമുളക് അടുത്ത സ്റ്റേജായിട്ട് ചേർക്കുന്നത്. ഈ മിക്സ് ചെയ്ത സവാള നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ചേർക്കാം.
അപ്പോൾ വേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, ഒരു മല്ലിയിലയുടെ ഫ്ലേവറൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. എനിക്ക് വേപ്പിലയുടെ ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വേപ്പില എടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കൈയൊക്കെ കഴുകിയിട്ട് വരട്ടെ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് ശേഷം നമുക്ക് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും കളറിനാണ്, എരിവിനായിട്ട് നമ്മളിപ്പോൾ പച്ചമുളകാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു കളർ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അപ്പോൾ ഞാനിതിൽ കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ചിരിക്കുന്നതുകൊണ്ട് കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ട്. നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലപ്പൊടി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റവയാണ്. അപ്പോൾ ഈ റവ ചേർക്കുമ്പോൾ നമ്മുടെ വട കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും, അതിനാണ് റവ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം, പക്ഷെ കൂടുതൽ പെർഫെക്റ്റ് ആവുന്നത് റവ ചേർക്കുമ്പോഴായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കടലമാവ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുകയാണ്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വീണ്ടും വേണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സവോളയിലേക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുഴുവനും ഈ ഉരുളക്കിഴങ്ങിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഒരുപാട് ബലം കൊടുത്ത് മിക്സ് ചെയ്യണ്ട. നമ്മളിപ്പോൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യേണ്ട. സവോളയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിപ്പോൾ റവ ചേർത്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റവ ചേർക്കുകയാണെങ്കിലാണ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ സവോളയ്ക്ക് നനവുള്ളത് കൊണ്ട് തന്നെ ആ റവയൊന്ന് സോക്കായി വന്നോളൂ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി എടുക്കുന്ന സമയം കൊണ്ട്. കുറച്ചുകൂടി കടലമാവ് ചേർക്കാം. കടലമാവ് കുറവാണ്. നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ. അതാണ് കടലമാവിൻ്റെ അളവെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടി കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ 6 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും മാത്രം മുരിഞ്ഞ് വരുമ്പോൾ തന്നെ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ റവയോ അരിപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ ഉരുട്ടുമ്പോൾ ബോളായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ കടലമാവ് കറക്റ്റാണ്. പിന്നെ അതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ഒരു ഇത്തിരി മുന്നിലായിരിക്കണം. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരി മുന്നിലായിട്ട് നിന്നാലേ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അധികം വലിപ്പത്തിൽ പരത്തിയെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ അധികം വലിപ്പത്തിൽ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കാവില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കാവാത്താണ്, സവോള കുക്കാവാത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിപ്പത്തിൽ പരത്തിയെടുക്കരുത്. വടയായിട്ട് പരത്തുകയാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയിട്ട് നമുക്ക് പരത്തി എണ്ണയിലേക്ക് ഇടാം. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെക്കട്ടെ. എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും ഒന്നും കുക്കായി കിട്ടില്ല. പുറമേ നന്നായിട്ട് കുക്കായി ക്രിസ്പി ആയിരിക്കും, ഇൻസൈഡ് കുക്കായി വരില്ല. മിക്സ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. കയ്യിൽ അധികം ഒട്ടിയൊന്നും പിടിക്കില്ല. കടലമാവാണെങ്കിലും അധികം ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടാണ് ഇടുക. ആദ്യം നമുക്ക് ഒരു പീസ് സവോള എന്തെങ്കിലും ഇട്ട് നോക്കാം എണ്ണയുടെ ചൂട് കറക്റ്റായോ എന്നുള്ളത്. എണ്ണയുടെ ചൂട് കറക്റ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇടാം. ഞാൻ പറഞ്ഞ പോലെ ബോൾസായിട്ടോ ഇതുപോലെ പരത്തി വടയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിടാം. കുറച്ചിങ്ങനെ പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസൈഡ് കുക്കായി കിട്ടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പരത്തിയിടുക എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് തന്നെ കുറേ ക്വാണ്ടിറ്റി ഇട്ട് വയ്ക്കരുത്. അപ്പോൾ ഫ്രൈ ആയി കിട്ടാൻ സമയമെടുക്കും. ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാച്ച് ഇടുന്നത്. ഇപ്പോൾ തന്നെ ഇളക്കരുത്. നമ്മളെല്ലാ സ്നാക്സും ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. കണ്ടിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ, എളുപ്പമല്ലേ? ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്യുക, കുറച്ച് സവോള മുറിക്കുക, പച്ചമുളക് കട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിടാം പതുക്കെ. ഒരു സൈഡ് കുക്കായി തുടങ്ങുന്നുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ് കേട്ടോ ഇത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും ഈ ഒരു സ്നാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
ഫ്രൈ ചെയ്യുന്ന ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കഴിക്കുന്നില്ല, ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിൽക്കുകയാണ് കഴിക്കലൊക്കെ. അപ്പോൾ കുറച്ച് വൈഡായിട്ടുള്ള പാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണ വേസ്റ്റാക്കി കളയണമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി കുറച്ച് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇതാ നമ്മുടെ വട മൊരിഞ്ഞു തുടങ്ങി. മൊരിഞ്ഞതൊക്കെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ നമുക്കതെല്ലാവരുടെ ഷെയർ ചെയ്യാം നിങ്ങളുണ്ടാക്കിയ റെസിപ്പികൾ. എന്തായാലും രാവിലെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. നമ്മളിപ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ വൈകിട്ട് തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്ക്. ഇത്രയും മതി കേട്ടോ. ഇനി ഓവറായിട്ട് അങ്ങോട്ട് കളർ മാറി പോവണ്ട. കണ്ടോ, ആവശ്യത്തിന് കുക്കായിട്ട് ഇനിയിപ്പോൾ ചൂട് കുറഞ്ഞു വരുമ്പോൾ വീണ്ടും കളറൊന്ന് മാറി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവൻ ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ ഉള്ളിയും ഉരുളക്കിഴങ്ങും ചേർന്നിട്ടുള്ള വടകളൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള സ്നാക്സിൻ്റെയൊക്കെ കൂടെ ടൊമാറ്റോ സോസാണ് പെർഫെക്റ്റ്. അപ്പോൾ ടൊമാറ്റോ സോസ് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചട്നി കഴിക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൂടുതൽ സ്നാക്സിൻ്റെ റെസിപ്പീസ് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സ്നാക്സിൻ്റെ റെസിപ്പീസ് ചെയ്യുമോ, കൂടുതലായിട്ട് വെറൈറ്റി സ്നാക്സ് ചെയ്യൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. ആ സ്നാക്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇടാം കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്നാക്സ് റെസിപ്പീസും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.